എല്ലാ കാര്യവും എനിക്ക് നിങ്ങളെ വേണ്ട, എനിക്ക് ഡിവോഴ്സ് വേണം. ഞാൻ ഒരു കാര്യം പറയാം, നിന്നെ സത്യം പറയാം, എനിക്ക് നിങ്ങളെ വേണ്ട, എനിക്ക് ഡിവോഴ്സ് വേണം. ഞാൻ ഒരു കാര്യം പറയാം, നിന്നെ സത്യം പറയാം, ഞാൻ നീ ഉപയോഗിക്കില്ല. നിങ്ങൾ ഉപയോഗിക്കാൻ എനിക്കറിയാം, ചുട്ടയിലെ ശീലം ചുടല വരെയെന്ന നിങ്ങൾ അത് ഉപയോഗിക്കാൻ, നിങ്ങൾ അതിന് അടിച്ചാണ്. നീ അനാവശ്യം പറയരുത്, ഞാൻ സത്യം ചെയ്തല്ലോ, ഞാൻ ഇത് ഉപയോഗിക്കില്ല. എന്ത് ദിവസം കേട്ടോ, നിങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയട്ടെ. ഇതൊരു കോടതിയാണ്, നിശബ്ദമായി സംസാരിക്കണം. നിശബ്ദമായി എങ്ങനെ സംസാരിക്കണം? ഇതുവരെ ഇയാളാണ് ഏതാണ് ബെഞ്ചിറക്ക്? ഞങ്ങൾ എത്ര നേരമാണ് വന്നിട്ട്? ഒരു ബെഞ്ച് പോലും ഇവിടെ ഉണ്ടോ? ഞങ്ങൾക്കൊന്ന് കയറി കിടക്കാൻ, അല്ലെങ്കിൽ ഞങ്ങൾക്കൊന്ന് കയറി ഇരിക്കാൻ. ഡിവിഷൻ ബെഞ്ചിന്റെ കാലെടുത്ത് നിന്ന് തലമണ്ടടിച്ച് പൊട്ടിക്കാറുണ്ട്. അവനെ ഡിവിഷൻ ബെഞ്ച്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഡിവോഴ്സ് വേണം വേണം വേണം. നിങ്ങൾക്ക് വക്കീലുണ്ടോ? എനിക്ക് വക്കീലല്ലേ, ഞാൻ എന്റെ സ്വന്തം മാർക്കറ്റ് ഞാൻ അടിച്ചടിച്ച് വിജയിക്കും. നിങ്ങൾക്ക് വക്കീലുണ്ടോ? എനിക്ക് വക്കീലുണ്ട്, ഹർഷം വക്കീല്. ഹർഷം വക്കീലോ? ഹർഷം വക്കീലിനെ മുന്നിൽ ഇയാൾ പിടിച്ച് നിൽക്കോളൂ. ഹർഷം വക്കീൽ പുലിയാണ്, പുലി. അവൻ പുലിയാണെങ്കിൽ ഞാൻ പുലി മുരുകനാണ്. എറിഞ്ഞിട്ട് പിടിക്കും ഞാൻ. അയാൾ ആരാണ്? ചോരയില്ലാത്തവനാ, മനുഷ്യത്വം ഇല്ലാത്തവനാ. മനുഷ്യത്തില്ലാതാണ്. അവനെ ഞാൻ തോപ്പിച്ചിരിക്കും. ഇന്ന് അവൻ ജോലി നിർത്തിപ്പോ, അതുപോലെ ഞാൻ ബാധിക്കും. വരുന്നുണ്ട്. എനിക്ക് ഡിവോഴ്സ് പഠിച്ചു തരണേ. നിങ്ങൾക്ക് ഡിവോഴ്സ് ഞാനല്ലേ ഈ കേസ് ഏറ്റെടുത്തിരിക്കുന്നത്. അത് ഞാൻ വാങ്ങിച്ചു തരും. ഈ ഹർഷൻ വക്കീലിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ വയ്യാത്തോണ്ടാണ്. ഉഷ ഒരു നിമിഷം വരും. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഞാനൊരു കാര്യം പറയുന്നതുകൊണ്ട് വിരോധം തോന്നരുത്. നമുക്കിതൊരു കോംപ്രമൈസിലാക്കി വിട്ടാലോ? ഡിവോഴ്സ് വേണമല്ലേ? എന്തിനാണ് ഒരു വിവാഹ ജീവിതം, ഒരു ദാമ്പത്യ ജീവിതം തകർക്കണ്ടെന്ന് ഉദ്ദേശിച്ചാ പറഞ്ഞതാണ്. വേണ്ട, ജീവിക്കട്ടെ, ആ കാര്യം ഞാൻ ഏറ്റു. വരും. ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് തമ്മിൽ ഒന്ന് സമരസപ്പെട്ട് ജീവിച്ചുകൂടെ? സമരസപ്പെട്ട് ജീവിക്കണെങ്കിലാ എന്റെ വിഷയം, ഞാൻ ഈ കേസ് ശരിക്കും പഠിച്ചിട്ടില്ല. അപ്പൊ ഞാൻ വാദിക്കണമെന്നാണ് പറയുന്നത്. ഈ കോടതിയിൽ നെഞ്ചെടുക്കി ഞാൻ ചാകത്തേ ഉള്ളു. വന്നിട്ടില്ല. ഈ വാദം അടുത്ത മാസത്തേക്ക് മാറ്റണം. ചെയ്യണം. അങ്ങനെ ചെയ്തേ പറ്റൂ. ആരേത്? ഇവിടുത്തെ ക്രിമിനൽ ലോയറാണ്. ക്രിമിനൽ ലോയർ വിത്ത് കണ്ടില്ലേ? ഓ, ഇതാണോ ക്രിമിനൽ ലോയർ? വാളൂരാണ്. വാളൂര് ആരോ മുഖത്ത് വാള് വെച്ച് ഊരിയിട്ടുണ്ട്. അല്ല, നിങ്ങൾ ഇവിടെ എന്തിനാ വന്നേ? ഞങ്ങളുടെ ഡിവോഴ്സിന്. ബഹളം വെക്കരുത്. ജഡ്ജി അങ്ങോട്ട് വരുന്നുണ്ട്. പെട്ടെന്ന് തീരുന്ന കേസ് വല്ല വിളിക്കും. എനിക്ക് ഉച്ച കഴിഞ്ഞൊരു കല്യാണം. കേസ് നമ്പർ 165/42 ചക്കരപ്പറമ്പിൽ സദാശിവൻ. ഹാജരുണ്ടോ? 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 അദ്ദേഹത്തിന്റെ കക്ഷി ഞാനാണ്, വക്കീൽ ഞാനാണ്. അദ്ദേഹം ആബ്സെന്റ് ആണ്. പുള്ളിയോട് പോയി. ഇന്നലെ ഷുഗർ വന്ന് മരിച്ചുപോയി. എങ്ങനെ ഷുഗർ വരായിരിക്കും? ചക്കരപ്പറമ്പിൽ നിന്നല്ലേ വീട്ടുകാര്. അന്യേ ഷുഗറായിരിക്കും, നേരത്തെ എത്തേണ്ടതാണ്. അപ്പൊ ആ കേസ് ഇല്ല. അതില്ല. കേസ് നമ്പർ 194/33 തെക്കോട്ട് ചെറിയതിൽ കൊച്ചുകുഞ്ഞിന്റെ മകൻ ഓമനക്കുട്ടൻ. ഹാജരുണ്ടോ? 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 ആദ്യഭാഗം ഒന്നാം കക്ഷി മരച്ചീനി വിളയിൽ ദിവാകരന്റെ മകൾ ഉഷ. ഹാജരുണ്ടോ? 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 ഹാജരുണ്ട്. ദൈവസാക്ഷിയായി ദൈവസാക്ഷിയായി കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. ഞങ്ങൾ സത്യം മാത്രമേ പറയത്തുള്ളൂ. ദൈവസാക്ഷിയായി പറയുന്നത് ഞാൻ മോതുവെ പറയും. ദൈവസാക്ഷി ഇവിടെ എന്ത് സാക്ഷി? ഇതൊക്കെ എല്ലാവരും സാക്ഷിയല്ലേ? ഞാൻ തുറന്നു പറയും.
ദൈവസാക്ഷിയായി പറ. കൈയുടെ എല്ലിയാമ്പല്ല പത്തിയുടെ എല്ലിയാമ്പ് തവിടുപടിയാ കളഞ്ഞു മര്യാദ കൈ ദൈവസാക്ഷിയായി കോടതി മുമ്പാകെ സത്യം മാത്രമേ പറയൂ. ദൈവം സാക്ഷിയായിട്ട് കോടതി മുമ്പാകെ സത്യം മാത്രമേ പറയൂ. അത് വിളിക്കുമ്പോ എനിക്ക് ആകപ്പാടൊരു ബുദ്ധിമുട്ടാണ്. എന്താണ് എന്തോ മുന വെച്ച് പറയുന്ന പോലെ മയിലോ അത് വേണ്ട കേട്ടോ. യുവർ ഓണർ യെസ് ഓക്കെ യുവർ ഓണർ യെസ്. ഈ നിൽക്കുന്ന എന്റെ കക്ഷി മരച്ചീനി വിളയിൽ ദിവാകരന്റെ മകൾ ഉഷ സൽസ്വഭാവിയും പതിവൃതിയും സർവോപരിധി പച്ചവെള്ളം ചവച്ചിറക്കി കുടിക്കുന്ന വ്യക്തിയുമാണ്. ഒരു പെണ്ണിന്റെ ഒരു സ്വപ്നം എന്ന് പറയുന്നതാണ് വിവാഹം എന്ന് പറയുന്നത്. ആ ആദ്യ ദിനത്തിൽ തന്നെ വിവാഹ ജീവിതത്തിലേക്ക് കാൽ വെച്ച് തുടങ്ങിയ അന്ന് തന്നെ വ്യക്തമായ അനുഭവങ്ങൾ ഉണ്ടായി. അതിന്റെ ഫലമായി ഡിവോഴ്സിനുള്ള അഫിഡവിറ്റ് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. എവിടെ വെച്ച്? അവിടെ വിട്ട് അവിടെ ഇവിടെ ഒന്നും വെച്ചൊന്നുമില്ല. അവിടെ വെച്ച് ഇവിടെ വെച്ചില്ല സുഹൃത്തെ. പിന്നെ ഞാനത് ഇവിടാണ് വെച്ചത്. രാവിലെ ഞാൻ 9 മണിയായപ്പോ ആ മെനകെട്ട പെണ്ണ് ചായ ഉണ്ടാക്കി തന്ന് വേഗമായിട്ട് എനിക്ക് കല്യാണം. അത് കഴിഞ്ഞ് പിള്ളേരെ സ്കൂളിൽ വിട്ട് കുളിപ്പിച്ച് എല്ലാം സ്കൂളിലൊക്കെ വിട്ട് ഓക്കെ. അത് കഴിഞ്ഞ് എന്റെ വാദത്തിൽ തോറ്റ കുറെ കക്ഷികൾ വന്ന് എന്നെ തെറി വിളിച്ചു ഓക്കെ. അത് കഴിഞ്ഞ് ഞാൻ ഓഫീസിൽ വന്നു. അപ്പൊ ഉഷ അവിടെ വന്നു. അവിടെ വെച്ച് അവിടെ എന്റെ ഓഫീസിൽ വെച്ചാണ് അവിടെ വെച്ച് തയ്യാറാക്കിയത്. അബിയുടെ വിറ്റോ? അബിയുടെ വിറ്റൊക്കെ അടിപൊളിയാ. താത്ത കേട്ടിട്ടുണ്ടോ? എന്തൊക്കെ വിറ്റ മൈ ലോഡ്. ഓ, അത് വിളിക്കുമ്പോ എനിക്ക് വീണ്ടും ഒരു വിഷമം. അവിടെ വെച്ചൊന്നും ഇവിടെ വെച്ചൊന്നും അല്ല പറഞ്ഞത്. ഡൈവോഴ്സിനുള്ള അഫിഡവിറ്റ് ഞാൻ അവിടെ സമർപ്പിച്ചിട്ടുണ്ട്. ഹർജി സമർപ്പിച്ചിട്ടുള്ളതാണ്. ഓ, അതിലൊരു തീർപ്പുണ്ടാക്കി തരണം എന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുകയാണ്. In the judiciary of the case of my lord, in the case of the criminality and the brutality in the crude oil of the subject, that's all you brought up. അറിയില്ലേ സാർ? ഒരു സിറ്റിക്ക് 1 ലക്ഷം രൂപ മേടിക്കുന്ന ആളാണ്. അതാണ് ഇരുന്ന് സിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കാണിച്ചേ. അതെ, ഇപ്പൊ 2 പ്രാവശ്യം ഇരുന്നു. ഇപ്പൊ 2 ലക്ഷം രൂപയായി. ആ കസര എടുത്ത് മാറ്റി എടുത്തു മാറ്റേ. ഇങ്ങനെ കൊടുക്കേണ്ടതല്ല, കോടതി പൂട്ടിക്കെട്ടേണ്ട വരും. അതുകൊണ്ട് സ്റ്റാൻഡിങ്ങിൽ നിന്ന് പറഞ്ഞാൽ കോടതിക്ക് പൈസ വന്നിട്ട് പോയാൽ മതി. അവരാണ് കൊള്ളാതെ സിറ്റിക്ക് 1ഉം 2ഉം മേടിക്കാൻ വന്നത്. My lord. മൈനോട് എന്ന് പറയുന്നത് ഞാനും തിരിച്ചു പറഞ്ഞോട്ടോ. Yes, your honor. I object to your honor. എനിക്ക് ഈ നിൽക്കുന്ന പ്രതിയെ ഒന്ന് വിസ്തരിക്കാൻ എനിക്ക് അവസരമാണ്. അനുവാദം. പ്രസീത പ്രസീത അല്ല, പ്രലോ പ്രലോ. യെസ്, പ്രസീദ്. താങ്ക് യു യുവർ ഓണർ. കാരവൻ കാരവാൻ എന്താണ് ഈ പറയുന്നത്? കാര്യവും. താങ്ക് യു യുവർ ഓണർ. താങ്ക് യു. എന്താണ് പേര്? ഓമനക്കുട്ടൻ. ഓമനക്കുട്ടൻ. അതെ. എത്ര വയസ്സായി? വരുന്ന ചിങ്ങത്തില് 42 നടക്കും. നിങ്ങൾ വന്നില്ലേ നീ 42 കിടക്കും? ഇത് കോടതിയാണ്. ചോദിക്കുന്നതിന് കൃത്യമായ മറുപടി പറയണം. എത്രയാണ് വയസ്സ്? 41. യുവർ ഓണർ 41. വീട്ടുപേര്? വീട്ടുപേര് തെക്കോട്ട് ചെരിഞ്ഞതിൽ. അതെന്താ വടക്കോട്ട് ചെയ്യാൻ സ്ഥലമില്ല? അതല്ല, പിന്നെ കഴിഞ്ഞ പ്രളയത്തിൽ അറിയാതെ ഈ തെക്കോട്ട് അങ്ങ് ചെരിയുമായിരുന്നു. പല്ലടിക്കാൻ താഴ്ത്തിടുക. അപ്പൊ എന്തെങ്കിലും ഞാൻ വന്ന് തിരിച്ചേക്ക് പോവാ. അച്ഛന്റെ പേര്? കൊച്ചുകുഞ്ഞ്. I object to your honor. ഇത് ഞാൻ നഖസിദ്ധാന്തം എതിർക്കും. കോടതി സമക്ഷത്തിൽ ഇത് പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു വിഷയമാണ്. കൊച്ചുകുഞ്ഞ് പ്രായപൂർത്തിയാകത്ത ഒരു കൊച്ചു കുഞ്ഞിന് ഇതുപോലൊരു പോത്ത് പോലൊരു കുഞ്ഞ് അങ്ങനെ ഉണ്ടാകും. ഇത് ശുദ്ധ അസംബന്ധമാണ്. കോടതിയെ തെറ്റിദ്ധരിപ്പിൽ
ചോദിക്കുകയാണ്, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. കൊച്ചുകുഞ്ഞെന്ന് പറയുന്നത് താങ്കളുടെ അച്ഛനല്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റും? നിഷേധിക്കും. അതെന്താണെന്നറിയോ, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കയറി എന്നെ ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അങ്ങ് താഴോട്ട് അങ്ങ് പോകും. ശരിക്കും നീ കളിച്ചു. ആണോ? അപ്പൊ എന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. ഇല്ല ഞാൻ ചെയ്തു. എന്നെ ഒരു വിടണം, കര ഒരു വിട്ടാൽ മതി. ഓക്കെ. ഈ കൊച്ചുകുഞ്ഞു എന്ന് പറയുന്ന വ്യക്തി താങ്കളുടെ അച്ഛനല്ല എന്ന് ഞാൻ പറഞ്ഞാൽ താങ്കൾക്ക് അത് നിഷേധിക്കാൻ പറ്റുമോ? നിഷേധിക്കും. ഓഫ് കോഴ്സ് ഞാൻ നിഷേധിക്കും. എന്തിന്? ഞാൻ നിഷേധിക്കും. അതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പഴയ കേസാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് കേസ് നമ്പർ 177/38 അതാണ് കേസ്. ഒന്ന് തെരഞ്ഞു നോക്കിയാൽ മതി. 170 ഷാപ്പല്ല, 170 ബാർ എന്നാണ്. ഈ കേസ് നടന്നിട്ട് കുറെ വർഷമായില്ലേ? അന്നൊക്കെ ബാറുണ്ടോ? ഷാപ്പല്ലേ ഉള്ളൂ. യുവർ ഓണർ, ഇവനെ തൂക്കിക്കൊല്ലാൻ വിധിക്കണം. ഇവനെ തൂക്കിക്കൊല്ലാൻ വിധിക്കണം. ഇവനെ തൂക്കിക്കൊല്ലാൻ വിധിക്കണം. ഇവൻ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. അതെ, തൂക്കിക്കൊല്ലണോ വേണ്ടതെന്ന് ഞാൻ തീരുമാനിക്കും. എന്താ പറയുക, പറമ്പത്തിന് ചാടി അങ്ങ് കയറി കലയിലെ പേന് മുഴുവൻ അങ്ങ് തിന്നുവാ. അല്ല, വലിയ വലിയ പുള്ളിയല്ലേ? ഇതൊക്കെ ഞാൻ വിളിച്ചോ, എനിക്കറിയാം. എന്നാ പിന്നെ താങ്കളങ്ങ് ചെയ്യും, നമ്മള് പോയേക്കാം. സാറേ അവനാണെങ്കിൽ അവനങ്ങ് വാദിക്കട്ടെ. പല പുള്ളി ഇങ്ങനെ വിധിക്കാനാണെങ്കിൽ ഞാൻ ഇല്ല, നമ്മൾ തെളിവും അതും ഇതെല്ലാം വരുമ്പോ പുള്ളി അത് അംഗീകരിക്കത്തില്ല. പിന്നെ എന്താണ് നമ്മളെ സംഭവിക്കുന്നത്? സാറിന് കല്യാണത്തിന് പോകണല്ലേ? എനിക്ക് കല്യാണത്തിന് പോകാം. സാറിന് എന്താണ്ട് ആവശ്യത്തിന് പോകണല്ലേ? അതെങ്കിലും ശരിയാവുന്നേ. ഇത് പോയി സഹിക്കുന്നതിന്റെ ഒരു പരിധിയില്ലേ? കുറെ നേരമായിട്ട് ചുമ്മാ നിർത്ത്. അല്ല, നമ്മളൊരു സ്വാതന്ത്ര്യം കൊടുത്തപ്പോ പുള്ളി തലകേണ്ട കാര്യമല്ലോ. സംസാരിച്ച് തീരുന്ന കാര്യം ജഡ്ജിയെ മാറ്റണം. ജഡ്ജിയെ മാറ്റണം. അല്ല നമ്മൾ ഒത്തുപോകത്തില്ല. അത് ജഡ്ജിയെ മാറ്റണം. സാറേ, അത് നടക്കുന്ന കാര്യമില്ല സാർ. എന്ത് നടക്കത്തില്ലെന്ന്? നടക്കത്തില്ലെങ്കിൽ അയാളെ ഓട്ടോ പിടിച്ചു പോകാൻ പറ. സാറേ എനിക്ക് ഡിവോഴ്സ് പഠിച്ചത് സാറേ. അയ്യോ, അവിടെ എല്ലാവരും ഒരു കാര്യമില്ല സാർ. നടക്കരുത്. സാറിന്റെ കല്യാണത്തിന് ഒന്നും ഇതാവും സാറേ. ഇന്ന് കൈ കൊടുത്ത് ഒന്നും ഇതാവും. ഇതൊന്ന് കാണിച്ചാൽ മതി സാർ. ഓക്കെ 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 ഓക്കെ. നിന്നോട് ഞാൻ കൂടുകൊണ്ടാ ഞാൻ പറഞ്ഞു. തിരിച്ച് വിളിക്കാൻ അറിയാട്ടോ. പ്രതിഭാഗത്തിന് എന്തെങ്കിലും കോടതിയോട് ബോധിപ്പിക്കാം. എനിക്കൊന്നും ബോധിപ്പിക്കില്ല. അവളെന്തിനും പറയട്ടെ, അതിന്റെ ബാക്കി ഞാൻ പറയാം. ഇത് ധിക്കാരമാണ്, ഇത് ധിക്കാരമാണ്, ഇത് കോടതി ലക്ഷ്യമാണ്. ഇവനെ തൂക്കിക്കൊള്ളണം. ഞാൻ ആ വിധിക്കണെ തൂക്കിക്കൊള്ളാൻ വേണ്ടിയൊന്നും അല്ല, ഞാൻ വാദിക്കുന്നു. അത് തന്നെ അനുസരിച്ച് തൂക്കിക്കൊള്ളണം. അതാണ്, അങ്ങനെയാണ് എന്റെ ഉഷ. ഈ കോടതി മുമ്പാകെ ഉഷയ്ക്ക് എന്തെങ്കിലും ബോധിപ്പിക്കാൻ? എനിക്ക് ബോധിപ്പിക്കാനുണ്ട് സാറേ. യു ക്യാരി ഓൺ. നമസ്കാരം. 5 വർഷമായി ഞാൻ ഇവരുമായിട്ട് പ്രേമത്തിലായിരുന്നു. സാറിന് അറിയാമോ? എന്നെ ഒരു നിമിഷം പോലെ പിരിഞ്ഞിരിക്കാൻ വയ്യെന്ന് പറഞ്ഞ് രാഖി റഹ്മാനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ട് വന്നിട്ട് മണിയറെ കയറി കഴിഞ്ഞ് എന്താ സംഭവിച്ചത് സാറിന് അറിയാമോ? ഞങ്ങളാണെങ്കിൽ ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്ത് വാതിലൊക്കെ കുറ്റിയിട്ട് ഞങ്ങൾ കട്ടിലിരുന്നു. ഇരുന്ന് കഴിഞ്ഞപ്പോ വാതിലിൽ ഒരു മുട്ട് കേട്ടു. അത് കേട്ടുണ്ട് ഞങ്ങൾ വാതിൽ പോയി തുറന്നപ്പോ ഇദ്ദേഹത്തിന്റെ അമ്മയാണ്, 80 വയസ്സ് പ്രായമുള്ള ഭാർഗവി അമ്മയാണ് വന്ന് നിൽക്കുന്നത്. അപ്പൊ അമ്മ അകത്തേക്ക് കയറി വന്നിട്ട് ഒരു മരുമോക്ക് കേൾക്കാൻ പാടില്ലാത്ത, ഒരിക്കലും ഒരു സ്ത്രീ കേൾക്കാൻ ആഗ്രഹിക്കാത്ത അത്തരം വൃത്തികെട്ട പദങ്ങളാണ് ആ അമ്മ എന്നോട് പറഞ്ഞത് സാർ. ആ അമ്മ എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞ എന്താന്ന് അറിയണോ സാറിന്? സാറേ ഞാൻ പറയട്ടെ. എന്താന്ന് വെച്ചാ പറ. ആ അമ്മ കേറി വന്നിട്ട് ഒരു മരുമോളായ എന്റെ മുഖത്ത് നോക്കി ഈ മോനോട് പറയുവാണേ, എന്താ പറയാ? മോനെ, അന്റെ വീട്ടിൽ നിന്ന് ഒരു പെണ്ണ് വന്ന് കേറിയ ദിവസമാണ്. ഇന്ന് മുതൽ മറക്കാതെ നീ ത്യാഗിയിൽ ബന്ധപ്പെടാമെന്ന്. യുവർ ഓണർ, എന്റെ കക്ഷിക്ക് ഡൈവോഴ്സ് അനുവദിക്കണമെന്ന് വളരെ താഴ്മയായി ഞാൻ അപേക്ഷിക്കുകയാണ്. അല്ല, ഡൈവോഴ്സ് അനുവദിക്കാൻ പറ്റില്ല. കാരണം അതിന് തെളിവുകളൊന്നുമില്ല. സാറേ, ഈ ത്യാഗിയിടുന്ന ഒരു ഭർത്താവിലൂടെ എങ്ങനെയാ സാറേ ഒരു ഭാര്യ ജീവിക്കുന്നത്? കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ സ്നൈലിടുമ്പോൾ എന്തുകൊണ്ടിടാം. പക്ഷെ അതിന് തെളിവില്ല. ദയവീട്ട് ഒരാളെ തെളിവ് ഞങ്ങളായി. യുവർ ഓണർ, ഈ കേസിന്റെ നിർണായകമായ തെളിവിന് വേണ്ടി എനിക്ക് ഓരോ വ്യക്തിയെ കൂടി എനിക്ക് വാദിക്കാനുണ്ട്. തെക്കോട്ടിരുന്നതിൽ കൊച്ചുകുഞ്ഞിന്റെ ഭാര്യ ഭവാനിയമ്മ, ഭവാനിയമ്മ, ഭവാനിയമ്മ. அம்மா என்றழைக்காத உயிரில்லையே, அம்மாவை வணங்காது உயர்வில்லையே. அம்மா என்றழைக்காத உயிரில்லையே, அம்மா. ഭവാനിയമ്മ അല്ലേ? അതെ, തെക്കോട്ട് ചരിതത്തിൽ ആ നിൽക്കുന്ന പെൺകുട്ടി അറിയാം? അറിയാന്നാ സാറേ? എനിക്ക് എവളെ അറിയാം, എവളെ തള്ളേ അറിയാം, എവളെ തള്ളേരെ തള്ളേ അറിയാം.
അവരെ നൈസായിട്ട് കോടതിക്ക് വെച്ച് എന്റെ കക്ഷിയെ തള്ളക്ക് വിളിച്ചിരിക്കുകയാണ്. എന്റെ സാറേ ഇവളെ തള്ള പണ്ട് ചെമ്മീൻ പൊളിക്കാൻ വേണ്ടി അങ്ങ് ബോംബെ പോയി. അവിടെ ചെന്ന് അവിടത്തെ കമ്പനി ഓണർ മാർവാടിയായിട്ട് അങ്ങ് കമ്പനിയായി. അവസാനം ഇവളെ തള്ള നാട്ടിൽ വന്നപ്പം ഇവളെ തള്ളേരെ കയ്യിൽ ഒരു കൈക്കുഞ്ഞു, കൂടെ ഒരു മാർവാടി. അവളെ മൂത്തോട്ടൊന്ന് നോക്ക് സാറേ, ഒന്ന് നോക്കിയാണ്. ഇപ്പോഴത്തെ അവളെ അച്ഛൻ മാധവനാണ്, അത് ആ കമ്പനി ഓണറാണ്. എവിടെ അച്ഛനെന്ന് നാട്ടുകാർക്ക് മൊത്തം സംശയം സാറേ. യുവർ ഓണർ, ഇത് ഈ ഓണറല്ല, കമ്പനി ഓണർ ആ മാർവാടി. ഓമനെ ഞാനൊരു കാര്യം പറയേക്കാം, നിന്റെ അമ്മയോട് മര്യാദയ്ക്ക് സംസാരിക്കാൻ പറയണം. എന്റെ അമ്മയെ കുറിച്ച് ഒന്നും പറഞ്ഞാലുണ്ടല്ലോ ഞാനിവിടെ ഒന്നും കോടതിയാണ്, മാന്യമായിട്ട് സംസാരിക്കണം. ഞാൻ ഈ കോടതിയിലെ സീനിയർ അഡ്വക്കേറ്റ് ആണ്. എന്നെ മനസ്സിലായത്? മനസ്സിലായാ മക്കളെ, എനിക്ക് നിന്നെ അറിയാം, എന്നെ അറിയാം, നിന്റെ അച്ഛനെ അറിയാം, അച്ഛനെ അറിയാം, അച്ഛന്റെ അച്ഛനെ അറിയാം. പിന്നെ എന്തൊക്കെ വിളിച്ചേട്ടോ എന്റെ സാറേ, ഈ ചെറുകൈ പണ്ട് കൊച്ചിലെ മൂക്കളെ ഒലിപ്പിച്ച് നിക്കറും ഇല്ലാതെ തേരാ പര റോട്ടിൽ കൂടെ ഓടി ഇറങ്ങണത് ഇപ്പോഴും എന്റെ കൺമുമ്പിലുണ്ട്. എന്തിനാ അങ്ങനെ? അയ്യോ ഇതൊക്കെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. അവിടെ ഇരിക്കുന്ന ആരാന്നറിയോ? ജഡ്ജി അദ്ദേഹമാണ്. അതിനെന്ത്, ഞാൻ പറഞ്ഞതല്ലേ ഉള്ളതാണ് സാറേ. ഇതൊന്നും ഇവിടെ പറഞ്ഞൂടെ, കോടതിയാണ്. ജഡ്ജി അദ്ദേഹം, മനസ്സിലായോ? നീ സാറ് ഒന്നും ഇങ്ങോട്ട് പറയണ്ട, ഞാൻ അങ്ങോട്ട് പറയാം. കേക്കണേ, എന്റെ അച്ഛൻ മരിച്ചു, കുറവല്ല കേക്ക്. എന്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോ അമ്മ അവിടെ അവലി വെക്കാൻ വന്ന ഒരാളുടെ കൂടെ അങ്ങ് പോയി. എല്ലാവർക്കും നാട്ടിൽ പാട്ടാം, എല്ലാവർക്കും അറിയാം. ഈ കഥയൊന്നും അറിഞ്ഞൂടായിരുന്നേ മക്കളെ. ആര്? അയ്യോ, ഇവിടെ താമസിക്കണ മക്കളെ. അടിക്കാൻ പറ്റില്ല. എന്നെ ഒന്ന് വായിച്ച് പുറത്ത് വായിച്ച് എന്റെ വായിൽ വെള്ളം പറ്റി. ബഹുമാനപ്പെട്ട ജഡ്ജി അദ്ദേഹം സ്വയം വ്യക്തിഹത്യ നടത്തി ഇളിഭ്യനായതിനാൽ മദ്യപാന അവധിക്ക് ഈ കോടതി പിരിച്ചുവിടുത്തിയിരിക്കുന്നു. അപ്പൊ എന്റെ വിധി ഈ തള്ളയാണ് നിന്റെ വിധി.